തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. മേയർ സ്ഥാനാർത്ഥിയെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശാനാഥ്, ഹാപ്പി ക്രിസ്മസ്. പാർട്ടി വലിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, എങ്ങനെയാണ്? പാർട്ടി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇപ്പോഴും എനിക്കതിൻ്റെ മാറിയിട്ടില്ല. കാരണം സസ്പെൻസ് ആയിരുന്നു. ഞാനിവിടെ മീറ്റിങ്ങിന് വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ പാർട്ടി ഇങ്ങനെ ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. മീറ്റിങ്ങിന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. പാർട്ടി എന്നെപ്പോലെ ഒരു സാധാരണക്കാരിയും പരിഗണിച്ചതിന് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. ഇല്ല, പ്രതീക്ഷിച്ചില്ല. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇങ്ങനൊരു. കാരണം ഞാൻ ഉച്ചയ്ക്കാണ് ഇവിടെ കൗൺസിൽ യോഗത്തിന് വരുമ്പം തന്നെയാണ് ഞാനിത് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെയധികം സസ്പെൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ വളരെ സാധാരണക്കാരിയായിട്ടുള്ള എന്നെയും പാർട്ടി പരിഗണിച്ചു. അതിന് ഒരുപാട് സന്തോഷം. ആർ ശ്രീലേഖ ഡെപ്യൂട്ടി മേയറായെങ്കിലും എത്തും, അല്ലെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടും എന്നൊക്കെ അങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ആശാനാഥിനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതും വി. രാജ് മേയറാവുന്നത്. അത് എല്ലാ സംസ്ഥാന ഈ ശ്രീലേഖ മാഡം ഉൾപ്പെടെയുള്ള പാനലിൽ ഇരുന്നിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആരും അറിയാതെയല്ല, എല്ലാ പാനലും ഇരുന്ന് ചർച്ച ചെയ്ത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചതാണ് എൻ്റെ ഒരു പേര്. അപ്പോൾ അത് സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുന്നത്. എല്ലാവരും അത് പാർട്ടി പറഞ്ഞ തീരുമാനം എല്ലാവരും അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു. ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ എന്ന് പറയുമ്പോൾ വലിയ ഒരു പ്രതിസന്ധി മുന്നിലുണ്ട്. കാരണം 50 സീറ്റുകളാണ്. മറ്റു രണ്ടുപേരും ഒന്നിച്ച് UDF-ഉം LDF-ഉം ഒന്നിച്ച് നിന്ന് സ്വതന്ത്രർ കൂടി ഒന്നിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ പല ബില്ലുകളൊക്കെ പാസ്സാവാൻ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കൂട്ടിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ചെറിയ പണിയായിരിക്കില്ല. തീർച്ചയായും ഭാരിച്ചൊരു ഉത്തരവാദിത്തം തന്നെയാണ്. അത് അങ്ങനെ തന്നെ കാണുന്നു, ചെറുതായിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും നല്ല പണിയെടുക്കേണ്ട ഒരു പദവി തന്നെയാണ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പാർട്ടി എന്തായാലും കൂടെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. തിരുവനന്തപുരംകാർ എന്ത് പ്രതീക്ഷിക്കണം? തിരുവനന്തപുരംകാർക്ക് നാളിതുവരെ നടന്നിട്ടില്ലാത്ത നിരവധിയായിട്ടുള്ള പദ്ധതികൾ പ്രതീക്ഷിക്കാം. യുവാക്കൾക്ക് പ്രാധാന്യമുള്ള പദ്ധതികൾ പ്രതീക്ഷിക്കാം. സ്ത്രീ ജനങ്ങൾക്ക് പ്രാധാന്യമുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വികസന പദ്ധതികളൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. നമ്മളെല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത് വികസന അനന്തപുരി എന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാ ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി വികസന അനന്തപുരിക്കായി ഒന്നിക്കും. പ്രധാനമന്ത്രി 40 ദിവസത്തിനകം എത്തും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി വരുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും അതിന് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിൽ എന്തൊക്കെയാണ് പ്രോജക്ട്സ് തിരുവനന്തപുരം നഗരസഭയിൽ കൊണ്ടുവരാൻ പറഞ്ഞ 40 ദിവസത്തിനുള്ളിൽ എത്തും, ഉറപ്പായിട്ടെത്തും. അതിനുള്ള എല്ലാ തീരുമാനങ്ങളും ആയിട്ടുണ്ട്. എന്തായാലും ഒരു വട്ടം കൂടി ഹാപ്പി ക്രിസ്മസ് ആശംസകൾ.